നമസ്തേ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മുഖ്യമന്ത്രി ധവളപത്രം പുറത്തിറക്കിയത് കണ്ടല്ലോ. കേരളത്തിന്റെ ആകെ കടം 5.47 ലക്ഷം കോടിയാണ്. ഇതിൽ 77% ശമ്പളം കൊടുക്കാനാണ് പോകുന്നതെന്നല്ല അതിശയകരമായ കാര്യം. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് കേരളത്തിൽ എന്നതാണ്. അതായത് കേരളം ഈ ആഞ്ഞ് കടമെടുത്തിരുന്നത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമായിരുന്നു എന്ന് ധവളപത്രത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം പറയുന്നുണ്ട്. 78,851 കോടിയാണിത്. ഇനി കേരളത്തിന്റെ ഈ മോശം സാമ്പത്തിക സ്ഥിതി മറികടക്കാൻ ധനകാര്യമന്ത്രി കൂടിയായ സതീശൻ പറയുന്ന നിർദ്ദേശങ്ങളിലൊന്ന് നോക്കണേ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടിമുടി മാറ്റണം, നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങൾ വിറ്റഴിക്കണം. ഇത് നിർമ്മല സീതാരാമൻ വർഷങ്ങളായി പറയുന്ന കാര്യമാണ്. ഇതാണ് സത്യത്തിൽ പ്രാവർത്തികമായ കാര്യവും. കേന്ദ്രം ഇത് ചെയ്യുമ്പോൾ കോൺഗ്രസുകാരും രാഹുൽ രാജീവും സ്ഥിരം നിലവിളിക്കുന്നത് എല്ലാം അദാനിക്കും അംബാനിക്കും വിറ്റ് തുലയ്ക്കുന്നു എന്നാണ്. ഇപ്പോൾ സ്വന്തം പാർട്ടിയുടെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി അത് ചെയ്യണമെന്ന് അംഗീകരിക്കുമ്പോൾ രാഹുൽ രാജീവും കോൺഗ്രസുകാരും ഇതേ ആരോപണം വി.ഡി. സതീഷിനെതിരെ ഉന്നയിക്കുമോ? സോഷ്യലിസം കെട്ടിപ്പിടിച്ചു വെച്ചുകൊണ്ട് മാത്രം തകർന്നു പോയൊരു രാജ്യമാണ് നമ്മുടേത്. നെഹ്റുവിയൻ സോഷ്യലിസം എന്ന ചെല്ലപ്പേരിൽ കോൺഗ്രസുകാർ സോഷ്യലിസം നടപ്പിലാക്കാൻ നോക്കിയത് വഴി ഈ രാജ്യത്തിന്റെ വികസനങ്ങൾ എത്രയോ കാലം പിന്നോട്ടടിക്കപ്പെട്ടു. നമ്മളിപ്പോഴും വികസിത രാജ്യമായി മാത്രം തുടരുന്നു. ആയ കാലത്ത് തന്നെ സോഷ്യലിസം ഒഴിവാക്കിയിരുന്നെങ്കിൽ നമുക്കിന്ന് ഏറ്റവും കുറഞ്ഞത് ജപ്പാനിന്റെയോ ജർമ്മനിയുടെയോ ജീവിത നിലവാരം എങ്കിലും നേടാൻ കഴിയുമായിരുന്നു. കേരളം അത് ചേർത്ത് പിടിച്ചു വെച്ചതാണ് കേരളത്തിന്റെയും സാമ്പത്തിക പതനത്തിന് കാരണവും. അത് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയിലൂടെ വലിയ തോതിൽ മുന്നോട്ടു പോകുന്നത് നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ പരാജയം അംഗീകരിക്കലാണ്. അപ്പോഴും നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തെ അഭിനന്ദിച്ചേ മതിയാവൂ. ഇന്ത്യയുടെ സെയിൽസ് സ്കെയിൽ എന്നും അദാനിയുടെ ഏജന്റ് എന്നുമൊക്കെ അവരെ എത്രമാത്രം രാഹുൽ രാജീവും കോൺഗ്രസും പരിഹസിച്ചിരിക്കുന്നു. ഒടുവിൽ അവർ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ കേരളവും മാറുന്നു.